പ്രതിസന്ധികളിൽ നിൽക്കുന്നവർക്ക് എന്നും കൈത്താങ്ങായി സുരേഷ് ഗോപി എത്താറുണ്ട്. അതൊരിക്കലും രാഷ്ട്രീയ പദവികളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യം ആകുന്നതിന് മുമ്പ് തന്നെ തന്നാൽ കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസമേകാൻ സുരേഷ് ഗോപി മുന്നിലുണ്ട്. ഇപ്പോൾ കേരള ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി നേരിടുന്ന പെരുമ്പളം സ്വദേശികളുടെ വീടിന് ആധാരം കൈമാറിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പെരുമ്പളത്തെ രാജപ്പന്റെ കുടുംബത്തിന് താങ്ങായാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. കുടുംബത്തിലെ 3 പേരും ക്യാൻസർ ബാധിതരാണ്. മത്സ്യബന്ധന തൊഴിലാളിയായ രാജപ്പന്റെ വരുമാനം കൊണ്ട് കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. വീടുപണിക്കും അർബുദബാധിതരായ 8 വയസ്സുകാരി ആരബിയുടെ ചികിത്സയ്ക്കുമായിട്ടാണ് രാജപ്പൻ കേരള ബാങ്കിൽ നിന്ന് വായ്പയെടുക്കുന്നത്. പക്ഷെ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജപ്തി ഭീഷണി നേരിടുകയായിരുന്നു. 5 ദിവസം മുൻപാണ് താൻ ഈ വാർത്ത ശ്രദ്ധിച്ചെന്നതും അതിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ച് അന്വേഷിച്ചെന്നും കുടുംബത്തിന് സമാധാനപരമായി കിടന്നുറങ്ങണം അതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരോട് സംസാരിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം വേണ്ടതെല്ലാം ചെയ്യുമെന്നും കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതം കുറച്ചുകൂടി നല്ല രീതിയിലാക്കാൻ പറ്റുമോ എന്ന് നോക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മുമ്പ് പാലക്കാട്ടെ കുട്ടികളുടെ ദുരിതത്തിന് അറുതി വരുത്താനും സഹായഹസ്തവുമായി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികൾ ഭവന വായ്പ എങ്ങനെ അടച്ചു തീരുമെന്ന അങ്കലാപ്പിലായിരുന്നു. കുട്ടികളുടെ അവസ്ഥയറിഞ്ഞ് കുട്ടികളുടെ ഭവന വായ്പ ഏറ്റെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി. 2,60,000 രൂപ ബാങ്കിന് കൈമാറുമെന്നും സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. പാലക്കാട് ഭൂപണയ ബാങ്കിൽ നിന്ന് തുടർച്ചയായി നോട്ടീസ് വന്നതോടെ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്കയിലായിരുന്നു കോങ്ങാട് സ്വദേശികളായ സൂര്യകൃഷ്ണയും ആര്യകൃഷ്ണയും. 2018 കോങ്ങാട് നായാടിക്കുന്നിലെ സ്ഥലത്ത് കൂലിപ്പണിക്കാരനായ കൃഷ്ണൻകുട്ടി 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് വെച്ചത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 2 ലക്ഷം രൂപ കൊണ്ടാണ്. ബാക്കി 2 ലക്ഷം രൂപ പാലക്കാട് ഭൂപണയ ബാങ്കിൽ നിന്ന് കടമെടുത്തു. വീട് പണി തീരും മുമ്പേ കൃഷ്ണൻകുട്ടി അർബുദബാധയെ തുടർന്ന് മരിച്ചു. ഹോട്ടൽ ജോലിക്ക് പോയി മക്കളെ വളർത്തിയ അമ്മ 3 വർഷം മുമ്പ് മരിച്ചതോടെ +2 വിദ്യാർത്ഥിയായ സൂര്യകൃഷ്ണയും +1 വിദ്യാർത്ഥിയായ ആര്യകൃഷ്ണയും അനാഥരായി. ഭവന വായ്പ ബാധ്യത കുട്ടികളുടെ തലയിലുമായി. ഇവർക്കായിരുന്നു സുരേഷ് ഗോപിയുടെ കരുതലെത്തിയത്. കൂടാതെ സെറിബ്രൽ പാൾസി ബാധിച്ച് ചികിത്സയിലായിരുന്ന റിസ്വാന ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൊതുജീവിതത്തിലേക്ക് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ആ കുട്ടിക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട മുഴുവൻ തുകയും സുരേഷ് ഗോപി നൽകുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ സാമൂഹിക സേവനം തുടങ്ങിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. കുറ്റം പറയാൻ പലരും ഉണ്ടാകും, എന്നാൽ ഇതുപോലെ ചെയ്തു കാണിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.